ഹലോ കുട്ടികളെ, അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ ബൈ ശ്രീകാന്ത് ബോല. അപ്പം നമുക്ക് തുടങ്ങിയാലോ. സക്സസ് റിക്വയർസ് വിഷൻ ആൻഡ് പെർസിവറൻസ് rather than luck, doesn't it? വിജയം നേടാൻ ഭാഗ്യത്തേക്കാൾ കൂടുതൽ ദൂരദർശനവും സ്ഥിരശ്രമവും ആവശ്യമാണല്ലോ. പെർസിവറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരശ്രമം, വിഷൻ എന്ന് പറഞ്ഞാൽ ദൂരദർശനം. പ്രോബ്ലംസ് ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെയിലേഴ്സ് ആസ് പ്രാക്ടീസ്. നമ്മൾ പ്രശ്നങ്ങളെ അവസരങ്ങളായി കാണുകയും പരാജയങ്ങളെ പരിശീലനങ്ങളായാണ് കാണേണ്ടത്. ഡു യു എഗ്രി? നിങ്ങൾ ഇതിൽ സമ്മതമാണോ? നൗ ലെറ്റ്സ് ലിസൺ ടു എ വിഷ്വലി ചലഞ്ചഡ് വിഷണറി ഹു ഹാസ് ചേഞ്ച്ഡ് ഹിസ് ഓൺ ലൈഫ് ആൻഡ് ദ ലൈവ്സ് ഓഫ് മെനി അതേഴ്സ്. ഇനി തൻ്റെ ജീവിതവും പലരുടെ ജീവിതവും മാറ്റിയ ഒരു കാഴ്ചയില്ലാത്ത ദൂരദർശിയെ, വിഷനുള്ള ഒരാളെ നമുക്ക് കഥയിലൂടെ കേൾക്കാം. ഹലോ, ഐ ആം ശ്രീകാന്ത്, ആൻ ഓൺട്രപ്രണർ. ഹലോ, ഞാൻ ശ്രീകാന്താണ്. ഞാനൊരു സംരംഭകനാണ്, ബിസിനസ്മാനാണ്. ഡു യു നോ ദാറ്റ് 51% ഓഫ് ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയിഡ്? നിങ്ങൾക്കറിയാമോ, ഇന്ത്യക്കാരിൽ 51% പേരും സ്വന്തം ജോലി ചെയ്യുന്നവരാണ്. ലെറ്റ് മീ ഷെയർ ദ സ്റ്റോറി ഓഫ് ദ റിച്ചസ്റ്റ് ഓൺട്രപ്രണൽ കപ്പിൾസ് ഇൻ ദ വേൾഡ്, മൈ പാരൻസ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ സംരംഭക ദമ്പതികളുടെ കഥ ഞാൻ പറയാം. അതെൻ്റെ മാതാപിതാക്കളുടെ കഥയാണ്. They earned just 20,000 a year from their small plot of land. അവർ അവരുടെ ചെറിയ ഭൂമിയിൽ നിന്ന് ഒരു വർഷത്തിൽ 20,000 മാത്രം സമ്പാദിച്ചിരുന്നു. ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഈസ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഫോർ എവറി മാരീഡ് കപ്പിൾ. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതാണ് എല്ലാ ദമ്പതികൾക്കും ഏറ്റവും സന്തോഷകരമായ കാര്യം. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഇൻ ടൈം ദ ടേം ആപ്പിൾ ഓഫ് ദ ഐ ഡിഡ് നോട്ട് മീൻ മച്ച് ടു ദം. ആ സമയത്ത് ആപ്പിൾ ഓഫ് ദ ഐ എന്ന വാക്കിന് അവർക്ക് വലിയ അർത്ഥമുണ്ടായിരുന്നില്ല. നെയ്തർ ഓഫ് മൈ പാരൻസ് ഹാഡ് നെവർ സീൻ ആൻ ആപ്പിൾ, നോട്ട് ഡിഡ് ഐ ഹാവ് എൻ ഐ. എൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും ആപ്പിൾ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ എനിക്ക് കണ്ണുകളുമില്ലായിരുന്നു. വെൻ ഐ വാസ് ബോൺ വിത്തൗട്ട് ഐസ്, സൊസൈറ്റി സോ മീ ആസ് എ ബേർഡൻ. ഞാൻ കണ്ണുകളില്ലാതെ ജനിച്ചപ്പോൾ സമൂഹം എന്നെ ഒരു ഭാരമായാണ് കണ്ടത്. അപ്പം നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള ശ്രീകാന്ത് ബോല തൻ്റെ കഥ സ്വയം പറയുകയാണ്. അതുകൊണ്ടാണ് ഐ എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുടെ കഥ ആൾ പറയുകയാണ്. ശ്രീകാന്ത് ബോല ജനിച്ചപ്പോൾ അയാൾക്ക് കണ്ണുകളില്ലായിരുന്നു. അപ്പോൾ അവരുടെ സൊസൈറ്റി, അതായത് സമൂഹം, അയൽവാസികൾ, കുടുംബക്കാർ, അങ്ങനെ എല്ലാവരും ഈ ശ്രീകാന്ത് ബോലയെ കണ്ടിരുന്നത് ഒരു ബേർഡനായിട്ട്, വീട്ടുകാർക്കൊരു ഭാരമായിട്ടായിരുന്നു കണ്ടിരുന്നത്. സം ഇവൺ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ബി സ്മൂത്തഡ്. ചിലർ എന്നെ കൊന്നുകളയണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് മൈ പാരൻസ് ഷോഡ് ഓൺ മീ ഇമ്മൻസ് ലവ് ആൻഡ് കെയർ. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളരെ സ്നേഹവും പരിചരണവും നൽകിയാണ് വളർത്തിയത്. ദേ ഫെൽറ്റ് ദേ വേർ ദ റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദ വേൾഡ് ആൻഡ് ഐ കൺസിഡർ മൈസെൽഫ് ദ ലക്കിയസ്റ്റ് പേഴ്സൺ. എൻ്റെ മാതാപിതാക്കൾ എന്നെ കണ്ടിരുന്നത്, അവരെന്നെ സ്വയം ഈ ലോകത്തിലെ ഏറ്റവും ധനികനായ ആളുകളായിട്ട്, ദമ്പതികളായിട്ടും എന്നെ കണ്ടിരുന്നത് ഏറ്റവും ഭാഗ്യമുള്ള കുട്ടിയായിട്ടുമാണ്. ആസ് എ ചൈൽഡ് ഐ സ്പെൻഡ് മച്ച് ഓഫ് മൈ ടൈം വിത്ത് മൈ ഫാദർ ഇൻ ദ ഫീൽഡ്സ്. കുട്ടിയായിരുന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛനൊപ്പം വയലുകളിൽ സമയം ചിലവഴിച്ചിരുന്നു. ഹവർ മൈ ഷോർട്ട് ലെഗ്സ് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഹെൽപ്പ്. പക്ഷേ എൻ്റെ ചെറിയ കാലുകൾ കാരണം എനിക്ക് അവരെ സഹായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മൈ ഫാദർ ബിഗാൻ ടു തിങ്ക് ദാറ്റ് പെർഹാപ്സ് ദാറ്റ് പീപ്പിൾ ഹു ഡൗട്ടഡ് മൈ ഫ്യൂച്ചർ മൈറ്റ് ബി റൈറ്റ്. എൻ്റെ ഭാവിയെ സംശയിച്ചവർ ശരിയായിരിക്കാം എന്ന് അച്ഛൻ ചിന്തിക്കാൻ തുടങ്ങി. ഹി റിയലൈസ് ഐ ഡിഡിൻറ്റ് ഫിറ്റ് ഇൻ ടു ദ ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ. അപ്പോൾ അച്ഛൻ എങ്ങനെ തോന്നി, മകനായിട്ടുള്ള ഈ ശ്രീകാന്തിന് ആളുകൾ പറഞ്ഞ പോലെ തന്നെ അതുപോലെ ആയിരിക്കുമെന്ന് അവൻ്റെ അച്ഛന് തോന്നി. സാധാരണ കൃഷി ജീവിതത്തിന് അനുയോജ്യമല്ലെന്ന് അവൻ മനസ്സിലാക്കി. ദെൻ ഹീ ഡിസൈഡഡ് ദാറ്റ് എഡ്യൂക്കേഷൻ വാസ് ടു ബി മൈ പാത്ത്. പിന്നെ അവൻ്റെ അച്ഛന് തോന്നിയത്, ശ്രീകാന്തിൻ്റെ അച്ഛന് തോന്നിയത്, വിദ്യാഭ്യാസമായിരിക്കും തൻ്റെ മകനായ ശ്രീകാന്തിന്. Despite the challenges of trekking to a faraway school and being ignored by teachers and classmates, I persevered. ദൂരെയുള്ള സ്കൂളിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും അധ്യാപകരും സഹപാഠികളും എന്നെ അവഗണിച്ചതും ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എൻ്റെ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. For 2 years I sat on the last bench, excluded from activities.
2 വർഷം ഞാൻ അവസാന ബെഞ്ചിലിരുന്ന് എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ ഒഴിവാക്കപ്പെട്ടു. ഐ then felt like the poorest child in the world, not on account of lack of money, but because of loneliness and isolation. അപ്പോൾ എനിക്ക് തോന്നിയത് ഞാനാണ് ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ കുട്ടി. പണം കൊണ്ടല്ല, പക്ഷെ ഒറ്റപ്പെടലും ഏകാന്തതയും കൊണ്ട്. ഇവൻച്വലി മൈ പാരൻസ് ആൻഡ് റിലേറ്റീവ്സ് ഡിസൈഡഡ് ദാറ്റ് ഐ ഷുഡ് സ്റ്റഡി ഇൻ എ സ്കൂൾ വിത്ത് സ്റ്റുഡൻസ് ലൈക്ക് മീ. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീകാന്ത് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻസും ഈ ശ്രീകാന്തിനെ കളിയാക്കുകയും ഒരു ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീകാന്തിന് വല്ലാത്തൊരു ലോൺലിനെസ്സും ഐസൊലേഷനും അനുഭവപ്പെട്ടു. എല്ലാവരാലും അവോയ്ഡ് ചെയ്യപ്പെടലും അവനാണ് ലോകത്തിലെ ഏറ്റവും ദരിദ്രനായിട്ടുള്ള പാവപ്പെട്ട കുട്ടിയെന്ന് അവന് തോന്നി. പണം ഇല്ലാത്തത് കൊണ്ടല്ല അവന് അങ്ങനെ തോന്നിയത്, അവന് ആരും ഉണ്ടായിരുന്നില്ല, അവൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. സോ അവൻ്റെ പാരൻസും റിലേറ്റീവ്സും അവൻ്റെ അച്ഛനും അമ്മയും റിലേറ്റീവ്സും ഒരു തീരുമാനം എടുത്തു, അവൻ്റെ പോലെയുള്ള ബ്ലൈൻഡായിട്ടുള്ള കണ്ണ് കാണാൻ കഴിയാത്ത കാഴ്ചയില്ലാത്ത കുട്ടികളുള്ള ഒരു സ്കൂളിൽ അവനെ ആക്കാമെന്ന്. അപ്പോൾ ഐ വാസ് സെൻറ്റ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദിലെ സ്പെഷ്യൽ സ്കൂളിൽ അവനെ കൊണ്ടുപോയി. ദർ ഐ became an outstanding student, earning top ranks and representing India in chess and cricket. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി മാറി. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധീകരിച്ച ക്രിക്കറ്റിലും ചെസ്സിലും അവൻ പോയി. I had the privilege of working with Dr. APJ Abdul Kalam on various projects like the Lead India Youth Transformation Project. APJ Abdul Kalam സാറിൻ്റെ കൂടെ ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്റ്റ് പോലുള്ള പദ്ധതികളിൽ നമ്മുടെ ശ്രീകാന്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. When I completed my 10th grade with over 90% mark, I wanted to study science at the AP State Board. 10th ക്ലാസ് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് 90% എബോവ് മാർക്ക് നേടിയതിന് ശേഷം അവന് സയൻസ് പഠിക്കാനായിരുന്നു ആഗ്രഹം. However, I was told I could only take arts because I was impaired. പക്ഷേ ഇമ്പെയർഡ് എന്ന് പറഞ്ഞാൽ വൈകല്യമുള്ളവനായതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീകാന്തിന് ആർട്സ് മാത്രം പഠിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. ഐ ഡിഡ് നോട്ട് കൺസിഡർ മൈസെൽഫ് വിഷ്വലി ഇമ്പെയർഡ് ബട്ട് വിഷ്വലി ചലഞ്ചഡ്. അവൻ പറയുകയാണ്, അവന് വൈകല്യമുള്ള ഒരാളായിട്ട് അവന് തോന്നുന്നില്ല, അവൻ ചലഞ്ചഡ് ആയിട്ടുള്ള ഒരാളായിട്ട് അവന് തോന്നുന്നുള്ളൂ. ഐ വാസ് നോട്ട് അലൗഡ് ടു പെർസ്യൂ മൈ പാഷൻ ഡ്യൂ ടു ദ പെർസെപ്ഷൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ തെറ്റായ ധാരണകൾ കാരണം എൻ്റെ ആഗ്രഹം എനിക്ക് തുടരാൻ സാധിച്ചില്ല. Rather than accept this, I decided to sue the government. ഇത് സമ്മതിക്കാതെ നമ്മുടെ ശ്രീകാന്തിന് പഠിക്കാൻ സയൻസ് ആയിരുന്നു താല്പര്യം. സയൻസ് പഠിക്കാൻ വിഷ്വലി ഇമ്പേർഡ് ആയത് കാരണം ശ്രീകാന്തിന് അത് പഠിക്കാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ അവന് ഗവൺമെൻറ്റിനെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാണ്. I decided to sue the government. After 6 months of legal battle, I received a government order allowing me to study science but at my own risk. അപ്പോൾ 6 മാസത്തെ നിയമ പോരാട്ടത്തിന് ശേഷം അവന് സയൻസ് പഠിക്കാമെന്ന് പറയുകയാണ് ഗവൺമെൻറ്. പക്ഷെ അത് സ്വന്തം റിസ്കിലായിരിക്കണം, സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണം എന്ന്. ഡിസ്പൈറ്റ് ദ ലാക്ക് ഓഫ് റിസോഴ്സ്, ഐ വർക്ക്ഡ് ഹാർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെൻറ്റർ. ഒരു മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി, ഒരു ടീച്ചറുടെ, ഒരു അധ്യാപകൻ്റെ സഹായത്തോടു കൂടി അവന് കഠിനമായി പഠിച്ചു. ഷീ റെക്കോർഡഡ് മൈ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഓഡിയോ ആൻഡ് ഐ സ്കോർഡ് 90% ഇൻ മൈ എക്സാം. അവൾ മെൻറ്ററായിട്ടുള്ള അധ്യാപിക ഈ നമ്മുടെ ശ്രീകാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഓഡിയോ ആക്കിയിട്ട് അവനെ കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെ അവന് എക്സാമിന് 98% മാർക്സോടെ പാസ്സായി. ദിസ് പ്രൂവ്സ് ദാറ്റ് എനിവൺ റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഇമ്പയർമെൻറ്റ് ഓർ ചലഞ്ചസ് ക്യാൻ അച്ചീവ് ഗ്രേറ്റർ തിങ്സ്. അപ്പോൾ ഇതിലൂടെ മനസ്സിലായത് വൈകല്യം ഉണ്ടായാലും ആർക്കും വലിയ കാര്യങ്ങൾ നേടാമെന്ന് തെളിയിക്കുന്നു. ഹവർ മൈ ജേർണി ഡിഡിൻ എൻഡ് ഹിയർ. പക്ഷേ അവൻ്റെ യാത്ര അതോടെ അവസാനിച്ചില്ല. വെൻ ഇറ്റ് വാസ് ടൈം ടു അപ്ലൈ ടു ടോപ്പ് എഞ്ചിനീയറിംഗ് സ്കൂൾസ് ലൈക്ക് IIT, ഐ വാസ് ടോൾഡ് ദാറ്റ് ഐ കുഡൻറ്റ് സിറ്റ് ഫോർ ദ കോമ്പറ്റേറ്റീവ് എക്സാം ബിക്കോസ് ഓഫ് മൈ ബ്ലൈൻഡ്നെസ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ശ്രീകാന്തിന് IITയിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു താല്പര്യം, എഞ്ചിനീയറിംഗ് കോളേജുകൾ. അപ്പം അതിനായിട്ടൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ട്. അപ്പോൾ ശ്രീകാന്ത് ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ എക്സാമിന് എഴുതാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. ഇഫ് IIT ഡിഡിൻ വാണ്ട് മീ, ഐ ഡിഡിൻ വാണ്ട് ഇറ്റ് ചെയ്ത്. അപ്പോൾ IITക്ക് തന്നെ ആവശ്യമില്ലെങ്കിൽ തനിക്ക് IITയും ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഐ അപ്ലൈ ടു ടോപ്പ് സ്കൂൾസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് വാസ് ആക്സെപ്റ്റഡ് ഇൻ ടു MIT, സ്റ്റാൻഫോർഡ്, ബെർക്ലി ആൻഡ് കാൻജിയ മെലോൺ. അപ്പോൾ അമേരിക്കയിൽ വേറെയുള്ള പ്രമുഖ കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് എക്സാമിന്.
ശ്രീകാന്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ടോപ്പ് സ്കൂളിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുകയും അതിൽ നിന്നും ഐ ചൂസ് ടു അറ്റൻഡ് MIT ബിക്കെയിമിങ് ദ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ്റ് ഇൻ ഇറ്റ്സ് ഹിസ്റ്ററിയിലെ നമ്മുടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര കാഴ്ചക്കുറവുള്ള വിദ്യാർത്ഥിയായി മാറുകയായിരുന്നു. വൈൽ MIT ഐ ബിഗാൻ ടു തിങ്ക് ഡീപ്ലി അബൌട്ട് മൈ ഫ്യൂച്ചർ. MITയിൽ പഠിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് അവൻ്റെ ഭാവിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ഷുഡ് ഐ ജസ്റ്റ് ഗെറ്റ് മാരീഡ്, സെറ്റിൽ ഡൗൺ ആൻഡ് വർക്ക് ഇൻ കോർപ്പറേറ്റ് അമേരിക്ക? നമ്മുടെ ശ്രീകാന്ത് ചിന്തിക്കുകയാണ്, ഞാൻ വെറുതെ വിവാഹം കഴിച്ച് അമേരിക്കയിൽ സെറ്റിലായിട്ട് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്താൽ മതിയോ? നോ, ഐ വാണ്ടഡ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഐ ഹാഡ് ഫേസ്ഡ്. ഇല്ല, ഞാൻ നേരിട്ട പ്രശ്നങ്ങൾക്ക് എനിക്കൊരു പരിഹാരം കണ്ടെത്തണം. വൈ ഷുഡ് ബ്ലൈൻഡ് ചിൽഡ്രൻ ബി മെയ്ഡ് ടു സിറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്? എന്തുകൊണ്ടാണ് കാഴ്ചക്കുറവുള്ള കുട്ടികളെ ഏറ്റവും പിന്നിലെ ബെഞ്ചിൽ ക്ലാസ് റൂമിൽ ഇരുത്തുന്നത്? വൈ ഷുഡ് 10% ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ ഹൂ ആർ ഡിസേബിൾഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ എക്കോണമി? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ വൈകല്യമുള്ള ആളുകളെ സാമ്പത്തിക ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം? ദിസ് ക്വസ്റ്റ്യൻസ് ലെഡ് മീ ബാക്ക് ടു ഇന്ത്യ വേർ ഐ റിട്ടേൺഡ് ഗിവിംഗ് അപ്പ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ കോർപ്പറേറ്റ് അമേരിക്ക ടു ബിൽഡ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ദ ഡിസേബിൾഡ്. ഈ ചോദ്യങ്ങൾ എന്നെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നു. അമേരിക്കയിലെ അവസരങ്ങൾ ഉപയോഗിച്ച് വൈകല്യമുള്ളവർക്കായി ഒരു ശക്തമായ പിന്തുണ സംവിധാനം നിർമ്മിക്കാൻ ഞാൻ തിരികെ വന്നു. നമ്മുടെ ശ്രീകാന്തിന് കോർപ്പറേറ്റിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും ഉണ്ടായിട്ട് കൂടി ഇങ്ങനെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായി അവൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. We have supported over 3,000 students in education, vocational rehabilitation, sports and much more. ഞങ്ങൾ 3000-ലധികം വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, കായികം തുടങ്ങിയവയിൽ സഹായിച്ചു. Our company now employs over 150 disabled individuals. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ 150-ലധികം വൈകല്യമുള്ളവർ ജോലി ചെയ്യുന്നു. It grows over $1 million in sales. കമ്പനിക്ക് $1 million വരുമാനം ലഭിക്കുന്നു. But we are still at the initial stage of our growth, which much more to do. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും വളർച്ചയുടെ തുടക്കത്തിലാണ്. ഇനിയും വളരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. I want to leave you with 3 lessons. ഞാൻ നിങ്ങൾക്ക് 3 പ്രധാന പാഠങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ്, ഷോ കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. ഒന്നാമത്, കരുണ കാണിക്കുക, മറ്റുള്ളവരെ വളരാൻ സഹായിക്കുക. ട്രൂ വെൽത്ത് ഡസൻറ്റ് കം ഫ്രം മണി ബട്ട് ഫ്രം ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. യഥാർത്ഥ സമ്പത്ത് പണത്തിൽ നിന്നല്ല, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിന്നാണ് വരിക. സെക്കൻഡ്, റിമൂവ് ലോൺലെസ് ഫ്രം ദ പീപ്പിൾസ് ലൈഫ് ആസ് ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് പോവർട്ടി. രണ്ടാമത്, ആളുകളുടെ ജീവിതത്തിൽ നിന്നും ഏകാന്തത നീക്കം ചെയ്യുക, അത് ഏറ്റവും മോശമായ ദാരിദ്ര്യമാണ്. ഫൈനലി, റിമെമ്പർ ദാറ്റ് വെൻ യു ഡു സംതിങ് ഗുഡ് യു വിൽ ബി ദ ഫസ്റ്റ് ടു ബെനിഫിറ്റ്. അവസാനമായി, നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ ആദ്യം ലാഭം നേടുന്നത് നിങ്ങൾക്ക് തന്നെയാണെന്ന് ഓർക്കുക. ദ വേൾഡ് മേ ലുക്ക് അറ്റ് മീ ആൻഡ് സേ, ശ്രീകാന്ത് യു ക്യാൻ ഡു നത്തിങ്. ലോകം എന്നെ നോക്കി നിനക്കൊന്നും ചെയ്യാനാവില്ലെന്ന് പറയാം. ബട്ട് ഐ ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ ഐ ക്യാൻ ഡു എനിത്തിങ്. പക്ഷെ ഞാൻ ലോകത്തെ നോക്കി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു. താങ്ക് യു.